മൂന്നാം ക്ലാസ്സിലെ ഗണിതം യൂണിറ്റ് 8 സമയവുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും സ്ഥാനം പറയുക അല്ലെങ്കിൽ എഴുതുക. സമയം 2:45 അതിനെ സൂചിപ്പിക്കേണ്ട വാക്ക് 2:45 എന്നാണ്. 45 മിനിറ്റ് ആയപ്പോൾ 2:45 എന്നാണ് എഴുതേണ്ടത്. 2:45 എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ 2 മണി കഴിഞ്ഞ് 30 കഴിഞ്ഞു 45-ാമത്തെ മിനിറ്റ് ആയി. അപ്പോൾ പിന്നെ 2-നല്ല പ്രാധാന്യം 3-നാണ്. ഇനി ഒരു 15 മിനിറ്റ് കൂടെ ആയാൽ 3 മണിയാകും. അങ്ങനെയാണ് എഴുതേണ്ടത്. 2:45 എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അതിനെ സൂചിപ്പിക്കുന്ന സൂചികളുടെ സ്ഥാനം കൂടി എഴുതാനാണ് പറയുന്നത്, വരയ്ക്കാനല്ല. അവർ ഹാൻഡ് ബിറ്റ്വീൻ 2 and 3, മിനിറ്റ് ഹാൻഡ് 9-ലും 9 × 5 45 ആയി. മിനിറ്റ് സൂചി മുക്കാലെന്ന് പറയുമ്പോൾ 45 മിനിറ്റ് ആയി. 45 എന്ന് പറയുമ്പോൾ 9:5 45 9-ന്റെ നേർക്കാണ് വരേണ്ടത്. നമ്മളിങ്ങനെ മിനിറ്റ് എഴുതുമ്പോൾ ഈ വരകൾ എണ്ണിയിട്ട് നമ്മൾ എഴുതാൻ നിൽക്കരുത്. ആദ്യം അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന ഈ സമയങ്ങളെ കൊണ്ട് 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്രാമത്തെ വര എത്രാമത്തെ പുള്ളിയാണെന്നുള്ളത് മനസ്സിലാകും. ഒന്നാമത്തേലാണെങ്കിൽ ഒരു 5 5 1 × 5 5. അപ്പോൾ ഒന്നാമത്തേലാണെങ്കിൽ 5 മിനിറ്റ്. രണ്ടാമത്തേൻ്റെ നേർക്ക് സൂചി എത്തിയാൽ 5 10 2 × 5 10 മിനിറ്റ്സ്. അതായത് 10 വര, ചെറിയ വര. 6-ലാണെങ്കിൽ 6 5 30, 7 7 5 35, 8-ആണെങ്കിൽ 8 5 40, 9 5 45, 5 50, 11 55. അപ്പോൾ നമ്മൾ ഈ 55-ാമത്തെ പുള്ളിയിലെത്തി. അതിനെ എണ്ണി നോക്കാതെ ഈസി ആയിട്ട് നമുക്ക് 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടും 12 60. 60 എന്ന് പറഞ്ഞാൽ 00 60 മിനിറ്റ്. അടുത്ത ചോദ്യം നോക്കാം. 3:45 45 എന്നല്ല നമ്മൾ പറയേണ്ടത്, മുക്കാൽ എന്ന് പറയണം. മലയാളത്തിൽ എഴുതുമ്പോൾ 3:45 എന്ന് പറയണം. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ 3:45 എന്നാണ് എഴുതേണ്ടത്. 3-ന് പിന്നെ അവിടെ സ്ഥാനമില്ല. 3:45. അവർ ഹാൻഡ് 3-ക്കും ബിറ്റ്വീൻ 3 and 4 3-നും 4-നും ഇടയിൽ. മിനിറ്റ് സൂചി 45 എന്ന് പറയുമ്പോൾ 9 5 45, 9 × 5 45 9-ലും ആണ് വരയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. 4:45. ഇതിനെ നമ്മൾ 4:45 എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ വ്യത്യാസമൊന്നും വരുന്നില്ല. 4 മണി കഴിഞ്ഞ് 45 മിനിറ്റായി. 4:45 എന്നാണ് വായിക്കേണ്ടത്. ഇനി ഇത് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. 4:45-ന് 4 മണി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ പിന്നെ 4-ന് സ്ഥാനമില്ല, 5-നാണ് സ്ഥാനം. 5 ആകാൻ ഇനി എത്ര മിനിറ്റും കൂടി വേണം? 45 കഴിഞ്ഞാൽ 15 മിനിറ്റാണ് വേണ്ടത്. 15 മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ക്വാർട്ടർ എന്നാണ് പറയുന്നത്. 4:45 എന്നെഴുതുക. മണിക്കൂർ സൂചി 4-നും 5-നും ഇടയിലും. 45 എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഇതിലാണ് വരേണ്ടത്? 9 × 5 9 5 45. അപ്പം മിനിറ്റ് സൂചി 9-ന്റെ നേർക്കും വരയ്ക്കുക. അതുപോലെ അവർ ഹാൻഡ് ബിറ്റ്വീൻ 4 and 5, മിനിറ്റ് ഹാൻഡ് 9-ലും വരയ്ക്കുക. മറ്റു ചില ചോദ്യങ്ങൾ നോക്കാം. സമയം 11:30. 11:30 എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയി എന്നാണ്. 12-ലേക്ക് എത്തിയിട്ടില്ല. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരയാണ്, അരമണിക്കൂറായി. അപ്പോൾ 11-നും 12-നും ഇടയിലാണ് മണിക്കൂർ സൂചിയുടെ സ്ഥാനം. അവർ ഹാൻഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 11 and 12 ആണ് വേണ്ടത്. ഇനി മിനിറ്റ് സൂചിയുടെ സ്ഥാനം നമുക്ക് നോക്കാം. മിനിറ്റ് ഹാൻഡ് 30 മിനിറ്റാണ്. അപ്പം ഏതിനെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 30 കിട്ടുന്നത്? 1 5 5 2 10 3 5 15 4 20 5 25 6 30. 6 × 5 30 കിട്ടും. അപ്പോൾ 6 o'clock നേർക്കാണ് മിനിറ്റ് ഹാൻഡ് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 8:45. 8 മണി കഴിഞ്ഞ് 9-ലേക്ക് എത്താറായി. അപ്പോൾ നമുക്ക് മണിക്കൂർ സൂചിയുടെ സ്ഥാനം ഇനി 45 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അരമണിക്കൂറും കഴിഞ്ഞു. അപ്പോൾ 8 മണിക്കും 9 മണിക്കും ഇടയിലായിട്ടാണ് മണിക്കൂർ സൂചി. അതായത് 9-നോട് അല്പം ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് അവർ ഹാൻഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. മിനിറ്റ് ഹാൻഡിൻ്റെ പൊസിഷൻ 45-ാമത്തെ വരിയിലാണ്. 45 കിട്ടണമെങ്കിൽ 9 5 45, 9 × 5 45. അപ്പോൾ 9-ന്റെ നേർക്കാണ് മിനിറ്റ് ഹാൻഡ് നിൽക്കേണ്ടത്. 7:30 മിനിറ്റ്. അതവിടെ തെറ്റി തന്നിരിക്കുകയാണ്. 7:30 മണിക്കൂർ എന്നാണ് വേണ്ടത്. 7:30 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് 7 മണി കഴിഞ്ഞ് അരമണിക്കൂറായി. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റാണ് 30 മിനിറ്റ്. അപ്പോൾ 7:30 എന്ന് പറയുമ്പോൾ 7-നും 8-നും നടുവിലായിട്ടാണ് മണിക്കൂർ, അവർ ഹാൻഡിൻ്റെ പൊസിഷൻ. അതുപോലെ അരമണിക്കൂറിനെ സൂചിപ്പിക്കുന്നത് 30 മിനിറ്റ്. 30 6 5 30. അപ്പോൾ 6-ന്റെ നേർക്കാണ് മിനിറ്റ് ഹാൻഡ് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 5:15. 5:15 എന്ന് പറയുമ്പോൾ
5 മണിക്കൂറും 1/4 മിനിറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1/4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സ് ആണ്, 15 മിനിറ്റ്സ് ആണ്. 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. അപ്പം മണിക്കൂർ സൂചി 5നും 6നും ഇടയിൽ, അതായത് ഇത്തിരി 5നോട് ചേർന്നാണ് നിൽക്കേണ്ടത്. 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. 15 മിനിറ്റ് കിട്ടാൻ നമുക്ക് 3 × 5 3 മണിയുടെ നേർക്കാണ് മിനിറ്റ് സൂചി വരയ്ക്കേണ്ടത്. അടുത്ത ചോദ്യം 10 മണി 15 മിനിറ്റ്. മണിക്കൂർ സൂചി 10നും 11നും ഇടയിൽ, മിനിറ്റ് സൂചി 15ാമത്തെ മിനിറ്റ്, അതായത് 3:5 3 മണിയുടെ നേർക്ക് മിനിറ്റ് സൂചി വരയ്ക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.